നിങ്ങൾ വായിച്ചെവിടെയെങ്കിലും ചെല്ലുമ്പോൾ അല്ലാഹു അർറഹ്മാൻ അലൽ അർശിസ്തവ, അർശിന്റെ മേലെ അല്ലാഹു തആല എന്ത് ചെയ്തു? അധികാരം നടത്തി. ഇസ്തിവാ അൻ യലീഖു ബിഹി, അവനക്ക് അനുയോജ്യമായ അധികാരം നടത്തുന്നതാണ്. ഇതിന് മുജാഹിദുകൾ അർത്ഥം വച്ചത് വലത്ത് കൈയിൽ ആകാശവും ഇടത്തെ കൈയിൽ ഭൂമിയുമായിട്ട് അള്ളാഹു സിംഹാസനത്തിന്റെ മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നാണ്. സിംഹാസനത്തിന്റെ മേൽ കയറി ഉപവിഷ്ടനായിട്ട്. അവ കയറണ്ടേ? വേണ്ടടോ. അള്ളാഹുവിനപ്പം എന്തെങ്കിലും അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലേ? ആദ്യം സിംഹാസനത്തിലല്ല, പിന്നെ എന്നെ കൊണ്ട് കയറിയിരിക്കണം. വലത്തെ കയ്യിൽ ആകാശമാണ്, ഇടത്തെ കയ്യിലോ ഭൂമിയോ. പിന്നെ എന്നെ എന്ത് ചെയ്യും? ഇനി പഠിച്ചോണ്ടെന്ന് ചൊറിയോ? ഇവരുടെ ഭാഷയിൽ ഒരു ചൊറിച്ചിൽ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പോൾ മാങ്ങണ്ടേ? ഇല്ല വേറെ എന്തെങ്കിലും ആവശ്യം വന്നപ്പോൾ ഇത് ഒരു കയ്യിൽ ഇതാ, മറ്റേ കയ്യിൽ ഇതാ, ഇങ്ങനെ തന്നിട്ട് നമ്മളുടെ 4 ആളുകൾ വെച്ച് തന്ന നല്ല ഭാരമുള്ള 2 സാധനങ്ങളെ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. മറ്റോ വന്നാൽ ഇടി വെച്ച് തന്നാൽ കൊള്ളാമെന്നല്ലാതെ വല്ലതും ചെയ്യാൻ പറ്റുമോ? സൈവ് ചെയ്ത് ആയത്തിട്ട് പോകും. അതിന് ഇത് വിട്ടാൽ താഴെ തളർന്ന് പരിപ്പളാവും. അവലെ വിവരമില്ലാത്ത വർത്താനം പറയരുത്. ഇമാം മാലിക് തങ്ങൾ പോയിട്ട് ഒരാൾ ചോദിച്ചത് ഇസ്തിവാ അർറഹ്മാൻ അലൽ അർശിസ്തവ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞ മറുപടി എന്താ? അൽ ഇസ്തിവാഉ മഅലൂമുൻ, ഇസ്തിവാ ഉറപ്പായ കാര്യമാണ്. അവിടുത്തെ മഅലൂമിന്റെ അർത്ഥം അറിയപ്പെട്ടതാണെന്നല്ല. എന്താ ഇസ്തിവാ? ഉറപ്പായ കാര്യമാണ്. അഥവാ അള്ളാഹുവിന്റെ അധികാരം നടത്തൽ ഉറപ്പാണ്. വൽ കൈഫു മജ്ഹൂലുൻ, അതിന്റെ രൂപം നമുക്കറിവില്ലാത്തതാണ്, വിവരമില്ലാത്തതാണ്. വസ്വാലു അന്നു ബിദ്അത്തുൻ, അതിനെക്കുറിച്ച് അന്വേഷിച്ച് നടക്കൽ. എന്താണ് ഇസ്തിവാന്റെ അർത്ഥമെന്ന് അന്വേഷിച്ച് നടക്കൽ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്. ഋതുവന്നി ആദൽ മുബത്തദിയ, ഈ മുബത്തദിയെ വിളിച്ച് പുറത്തിറക്കി വിടണം. ആര്? ഇമാം മാലിക് തങ്ങൾ പറഞ്ഞ മറുപടി അതാണ്. ഇപ്പോൾ ഓരോ ചർച്ച അവിടെയാ. ഇസ്തിവാന്റെ അർത്ഥം എന്താണ്? അപ്പൊ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസവും അതിന്റെ യഥാർത്ഥ അർത്ഥവും എന്താണ്? റഹ്മാൻ അൽ അർശിസ്തവ, റഹ്മാനായ അല്ലാഹു അർശി എന്ന് പറയുന്ന അവന്റെ സൃഷ്ടിയുടെ മേൽ അധികാരം നടത്തി. ഇസ്തിവാ അൻ യലീഖു ബിഹി, അവനോട് അനുയോജ്യമായ അധികാരം. വൽ ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫു മജ്ഹൂലുൻ, അതിന്റെ രൂപം എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല, അത് മജ്ഹൂലാണ്.